ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 60 വണ്ടി, BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് കയറിയാണ്. നമുക്ക് ആകെക്കൂടി 6400ഓളം കിലോമീറ്ററാണ് ആകെക്കൂടി വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജനറലായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്, പിറ്റോട്ടി സർവീസാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ്, നിസ്സാര ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം കേട്ടോ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10000 കിലോമീറ്റർ ആയിട്ട് എയർ ഫിൽറ്ററൊക്കെ മാറ്റിയാൽ മതി. 10000 നമുക്ക് ഉപയോഗിക്കാം കൂളായിട്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റ് ആയാലും വേറെ ഒരു അണക്കം പോലും പറ്റിയിട്ടില്ല. കമ്പനി ബെൽറ്റ് തന്നെയാണല്ലോ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് ഇതെല്ലാനും ഓക്കെ, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മളിത് അഴിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചില കേസിൽ ഇത് നമുക്ക് അഴിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഗ്രീസിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരും. അതായത് വർക്കിംഗ് ഒക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചാൽ പോലും നമ്മളത് കൈയോടെ അഴിച്ച് ഗ്രീസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഓൾറെഡി ജനറൽ സർവീസിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ അത് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് അഴിക്കേണ്ടത്. കാര്യം 6400 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. എങ്കിൽ കൂടി നമുക്ക് സർവീസിന് അത് ഉള്ളത് കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതും കൂടി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഗ്രീസിങ് ആവശ്യമുള്ള കേസാണെങ്കിൽ നമ്മൾ ചെയ്യും. ഇത് നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. നമുക്ക് ബാറ്ററിയുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് ചെറിയൊരു കംപ്ലൈൻറ്റ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചില സമയങ്ങളിൽ സ്റ്റാർട്ട് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാറ്ററി നോക്കുമ്പോൾ ബാറ്ററി പുതിയ ബാറ്ററിയാണ് അത് ഇരിക്കുന്നത്, 2024 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായാലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് വേറെ പ്രോബ്ലം ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. എങ്കിൽ കൂടി നമ്മൾ ബാറ്ററിയും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പുതിയ ബാറ്ററിയാണ് എങ്കിൽ പോലും നമുക്ക് ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.99 കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എങ്കിൽ കൂടി ജനറൽ സർവീസിലുള്ളത് കൊണ്ട് ഓക്കെ ആയിട്ട് കാണിച്ചാണ്. ജനറൽ സർവീസിലോ ഈ പറഞ്ഞ ക്ലച്ച് ഗ്രീസിങ്, ബാറ്ററി ടെസ്റ്റ്, ബ്രേക്ക്, ക്ലച്ച് ഇതെല്ലാം അതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ ഓടിയിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ കൂട്ടത്തിൽ അത് ചെയ്ത് പോകണമെന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ ബാറ്ററി ആയാലും നിലവിൽ പറയത്തക്ക വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ബ്രേക്കും നമ്മൾ അഴിച്ച് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യും. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയതുകൊണ്ടാണ് ഫ്രണ്ടും കൂടി കൂട്ടത്തിൽ അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടും കേട്ടോ. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പിന്നെ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാൽ മതി നമുക്ക് കേട്ടോ. അപ്പോൾ നിലവിൽ എഞ്ചിൻ ഓയിൽ മാത്രമാണ് നമുക്ക് മാറ്റാനുള്ളൂ. പിന്നെ ജനറൽ സർവീസും വാട്ടർ സർവീസും ആണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക്. അപ്പോൾ അത്രയും കേസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി വീഡിയോ അടക്കം വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാം.